പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്നെ ഞാൻ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു. ഈ ദീപം ഒരിക്കലും അണയാതെ ഈ കുഞ്ഞിന്റെ ഹൃദയത്തിൽ പ്രകാശിക്കട്ടെ. ക്രിസ്തുവിന്റെ പ്രകാശത്തിൽ ജനിച്ച ഈ കുഞ്ഞ് പ്രകാശത്തിന്റെ പ്രതീകമായി ജീവിക്കട്ടെ. മരണം വരെ ഇവൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും എല്ലാ വിശുദ്ധന്മാരോടും ചേർന്ന് അവസാന ദിവസം ആകാശമോക്ഷത്തിൽ ഒന്നിക്കുവാനും ഇടവരട്ടെ. ആമീൻ. അച്ഛൻ എന്ത് ചെയ്യുന്നു തോമ? മുതലാളി, ആ ചാവടിയിലെ ക്ലാരയുടെ കുഞ്ഞിനെ മാമോദി സമുക്കുന്നു. ആ തന്തയില്ലാത്ത കുഞ്ഞിനെയോ? അതേന്ന്. അത് മുൻപിൽ നിന്ന് അച്ഛൻ വിലക്കിയതാണെന്ന് നീ പറഞ്ഞില്ലേ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു, പക്ഷേ പീറ്റർ ഇടപെട്ടു. ഓഹോ, അപ്പോൾ പീറ്ററിന്റെ ഭീഷണിക്ക് വഴങ്ങിയാണ് ജെയിംസ് അച്ഛൻ ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ? പീറ്റർ പറഞ്ഞാൽ കർത്താവ് പോലും വഴങ്ങുന്ന നിലയാണല്ലോ ഇപ്പൊ ഇവിടെ ഉള്ളത്. പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന വെള്ളം ഒരു 3 ദിവസത്തേക്ക് മനുഷ്യൻ ചവിട്ടുന്നിടത്തും ഒഴിക്കരുത്. അതെന്താ? ആനാ വെള്ളമാ തലയിൽ ഒഴിച്ചിരിക്കുന്നത്. അത് ചവിട്ടിയ ചാവുദോഷമാ. ഓ ശരി. അച്ഛന്റെ കാല് പിടിച്ചാ ഞാൻ ഈ മാമൂദിസ നടത്തിയത്. എന്നിട്ട് എന്നെ ഗവനിക്കാൻ പോവാന്നു. അച്ഛാമ്മേ, ഞങ്ങൾക്ക് ഒരു 2 രൂപ കൊടുത്തേ. 2 രൂപയോ? 5 രൂപ എന്റെ പതിവ്. ഇപ്പൊ ഇത് മതി. തന്തയില്ലാത്ത കുഞ്ഞല്ലേ, കിട്ടിയത് മിച്ചം. പീറ്റർ ഇടപെട്ടതുകൊണ്ടല്ല ചാക്കോച്ച ഞാൻ ഈ മാമോദിസ നടത്തിയത്. ആ കുഞ്ഞ് സത്യത്തിൽ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ? അവളുടെ തള്ള തെറ്റുകാരിയല്ലേ അച്ഛോ? ആരാ അവളെ തെറ്റുകാരിയാക്കിയത്? ജീവിക്കാൻ മാർഗമുണ്ടായിരുന്നെങ്കിൽ ക്ലാര തെറ്റ് ചെയ്യുമായിരുന്നു. അവളെ സഹായിക്കുന്നതിന് പകരം നശിപ്പിച്ചത് നമ്മളാണ്, പുരുഷന്മാർ. ആ നിലയ്ക്ക് ആരാണ് തെറ്റുകാർ? അവളോ നമ്മളോ? ഇവിടെ എത്രയോ അച്ഛന്മാർ വന്നു പോയി, പക്ഷെ ഇത്രയും വലിയൊരു മനസ്സ് ഞാൻ ആരിലും കണ്ടില്ല. ഇതിൽ മഹത്വമൊന്നുമില്ല ചാക്കോച്ച. ഒരു വൈദികന്റെ കടമയാണ് ഞാൻ ചെയ്തത്. പക്ഷെ ഒരു കാര്യം, അച്ഛനെ ഭീഷണിപ്പെടുത്തി മാമോദിസ് നടത്തിയെന്ന് പീറ്റർ നാളെ പറഞ്ഞുകൊണ്ട് നടക്കും. പീറ്റർ അത്രക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ ആള് നല്ലവനാണ് അച്ചു, പക്ഷെ കൂട്ടുകെട്ടാ അവനെ ചീത്തയാക്കിയത്. അതെന്താ? പീറ്റർ ഇവിടുത്തെ ശവപ്പെട്ടിപ്പണിക്കാരൻ എസ്തപ്പാന്റെ മോനാ. ഞങ്ങളുടെ ഒക്കെ സഹായം കൊണ്ടാ അവൻ പഠിച്ച് BA പാസ്സായത്. പക്ഷെ അത് കഴിഞ്ഞപ്പോ തല തിരിഞ്ഞുപോയി. കാരണം? അഹങ്കാരം. അല്ലാതെന്താ? നാട്ടിലുള്ള സർവ്വ കുഴപ്പത്തിന്റെയും പുറകിൽ അവൻ കാണും. പണ്ട് ഇവിടെ ഇരുന്ന അച്ഛന്മാരുമായി എന്നും വഴക്കായിരുന്നു. നിങ്ങൾ എല്ലാവരും കൂടെ മനസ്സ് വെച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി അവൻ ഉണ്ടാക്കി കൊടുക്കാമായിരുന്നു. തൊഴിലില്ലാതെ അലയുന്നത് കൊണ്ടല്ലേ അവൻ നിങ്ങൾക്ക് ഒരു തലവേദനയായി മാറിയിരിക്കുന്നത്. അതും ശരിയാണ് അച്ഛോ, എനിക്ക് അവനെ ഇഷ്ടമാ. പക്ഷേ ഒരു കാര്യത്തിലേ എനിക്ക് അവനോട് അഭിപ്രായ വ്യത്യാസമുള്ളൂ. എന്താ? നമ്മുടെ പള്ളിക്കൂടത്തിലെ അശ്വതി ടീച്ചറിന്റെ വീട്ടിൽ അവൻ ഇപ്പൊ കയറി ഇറങ്ങി നടക്കുക. പെണ്ണിന് എന്തെങ്കിലും കുഴപ്പം വന്നാൽ പള്ളിക്കൂടത്തിനായിരിക്കും പേരുദോഷം.
കൈക്കാരനെന്ന നിലയ്ക്ക് എനിക്കത് കണ്ടില്ലെന്ന് വെക്കാൻ പറ്റുമോ? ഞാൻ അതിനെപ്പറ്റി അന്വേഷിക്കാം. ഇതൊക്കെ വളർത്തുദോഷാണ് അച്ചു. മാതാപിതാക്കന്മാര് വേണ്ടത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ മക്കൾ പരുന്തും കാലേ പോവും. കേട്ടോ അച്ചു, എനിക്ക് മക്കളില്ല. എന്റെ അനന്തരവൻ ജോണിയെ ഞാൻ ദത്തെടുത്ത് വളർത്തുക. ഓഹോ, ജോണി ദത്തുപുത്രനാണല്ലേ? അതെ അച്ചു. കൊച്ചിലേ മുതൽ ദൈവഭയത്തിലും ചൊല്ലുവിളിയിലുമാണ് ഞാൻ അവനെ വളർത്തുന്നത്. ഇത്രയും പ്രായമായെങ്കിലും ഇന്നുവരെ ഒരു പെൺകൊച്ചിന്റെ മുഖത്ത് പോലും അവൻ നോക്കിയിട്ടില്ല. ജോണി, എന്താണ് അലി? ചേട്ടൻ നമ്മുടെ ഈ ബന്ധം അറിഞ്ഞാൽ? അറിഞ്ഞാലെന്താ? ജോണിക്ക് ചേട്ടന്റെ സ്വഭാവം അറിഞ്ഞൂടെ? ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നെന്ന് പറഞ്ഞാൽ നിന്റെ ചേട്ടൻ ഒരിക്കലും എതിർക്കില്ല. ജോണിയുടെ അച്ഛൻ സമ്മതിക്കണം. ഈ പീറ്ററിന്റെ സഹോദരിയാണെന്ന പേരിൽ അച്ഛനെ എതിർത്താൽ ഞാൻ അച്ഛനോട് യാത്ര പറഞ്ഞിറങ്ങിപ്പോയി. എന്നെ എടുത്തു വളർത്തിയെന്നല്ലാതെ ഞാൻ അച്ഛന്റെ അടിമയൊന്നുമല്ല. എനിക്ക് വേണ്ടി ജോണി എല്ലാം നഷ്ടപ്പെടണം. ഈ ലോകം മുഴുവൻ നഷ്ടപ്പെട്ടാലും നീ എന്നും എന്റേതായി തീർന്നാൽ മാത്രം മതി. എന്റെ ജോണി, വല്ലവരും കണ്ടാൽ? കാണട്ടെ, എന്നത് ഒഴിച്ചു വെക്കാൻ പറ്റില്ലല്ലോ. അയ്യോ, നേരെ ഒത്തിരി. ഞാൻ പോട്ടെ. ഞാൻ കാറെ കൊണ്ടുവിടാം. അതെ, കല്യാണം കഴിഞ്ഞിട്ട്. എത്തപ്പാൻ ചേട്ടന് നമ്മുടെ ക്ലാരയെ അടുത്തറിയാമല്ലോ. എരപ്പാളി, ആ പെഴകത്തോടെ അടുത്ത് ഞാനെപ്പോഴാ അടുത്തത്? അല്ല, ആളെ അറിയാമല്ലോ എന്ന് പറയായിരുന്നു. അവളെ ആരാ അറിയാത്തത്? തന്തയില്ലാത്തൊരു കൊച്ചിനെ പറ്റവളല്ലേ? ആന്നേ, നമ്മുടെ മോന് വല്ല കാര്യമുണ്ടോ ആ കൊച്ചിനെ മാമൂദിസ മുക്കിക്കാൻ? ടീച്ചർ മുക്കിച്ചോ? അതേ റീത്ത ചേട്ടത്തി പള്ളിമേടെ കയറി വന്ന് അച്ഛനെ ഭീഷണിപ്പെടുത്തി. മാമൂദിസ മുക്കി കൊടുത്തില്ലെങ്കിൽ കുത്തി കുടലെടുത്തോളെന്ന് പറഞ്ഞു. ടീച്ചറോ? അതേന്ന്. അച്ഛൻ പാവമല്ലേ, അത് ഞാൻ പേടിച്ച് മാമൂദിസ നടത്തി കൊടുത്തു. കേട്ടോടി നിന്റെ മോന്റെ ഗുണവധികാരം. ഇയാള് കള്ളു കുടിച്ചോണ്ട് വന്നിരുന്ന ഏഷനെ പറയുക. ഞാൻ എന്തിനാ ഏഷണി പറയുന്നത്? ടീച്ചർ എവിടെ വേണമെങ്കിലും പോയി വഴക്കുണ്ടായിക്കോട്ടെ. പക്ഷെ പള്ളിക്കാരത്തിൽ തൊട്ട് കളിക്കുന്നത് ഈത്തക്കളിയാണെന്ന് പറയാനാ ഞാൻ വന്നത്. തോമാ, എന്റെ മോൻ വരുമ്പോ ഞാൻ ഇക്കാര്യം അവനോട് ചോദിക്കും. നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ ഞാൻ അവനെ നിന്റെ വീട്ടിലോട്ട് അയക്കും. എന്റെ പൊന്നു ചേട്ടത്തി, ദൈവത്തെ ഓർത്ത് അത് മാത്രം ചെയ്യരുത്. അവൻ വന്നാ എന്നെയും കൊന്ന് പെരക്ക് നീ മറ്റേ പോവുള്ളൂ. അപ്പൊ നീ പറഞ്ഞത് കള്ളമല്ലേ? എന്റെ ശുദ്ധഗതിക്ക് ഒരു മണ്ടത്തരം പറഞ്ഞു പോയതാ. അയ്യോ, ടീച്ചർ വരുന്ന തലവേർത്തം വരുന്നുണ്ടേ എന്ന് ചോറ് വിളമ്പി കൊടുക്ക. നിങ്ങൾ എന്തിനാ അവനെ ഇങ്ങനെ പ്രാകുന്നത്? എങ്ങനെ പ്രാകാതിരിക്കും? കണ്ണു തെളിയട്ടെ എന്ന് വെച്ച് BA വരെ പഠിച്ചു. എന്നിട്ട് ഇപ്പൊ തെണ്ടി നടക്കല്ലേ? ഈ എരപ്പാളി കാരണം ആലീസിനെ കെട്ടാനൊരു പട്ടിയും വരത്തിലടി. നല്ല ഒന്നാന്തരം ചെറുക്കനെ കണ്ടുപിടിച്ച് അവന്റെ പെങ്ങളെ അവൻ കെട്ടിച്ചോളും. നിന്റെ അമ്മയെ കെട്ടിക്കും. പെണ്ണിന്റെ കണ്ണിനകത്തൊരു ഞെക്കുവിളക്കുണ്ട്, അത് കണ്ണിലടിച്ചാൽ പിന്നെ കാണാ കുടുക്ക് തന്നെ. ഈ പെണ്ണിന്റെ ആ പെണ്ണേതാണെന്നറിയാമോ? ടീച്ചറിന്റെ പെങ്ങളാ. അയ്യോ, ചതിച്ചല്ലോ ഭഗവാനെ. എന്റെ പൊന്നു പെങ്ങളെ ആളറിയാതെ പാടിപ്പോയതാ. ദയവ് ചെയ്ത് പീറ്ററേട്ടനോട് പറയരുതേ. അശ്വതിയുടെ അച്ഛനുള്ള കാലത്ത് ചാക്കോ മുതലേ അവിടെ താമസിക്കാൻ സ്ഥലം തന്നത്. ഈ വീട് ഞങ്ങൾ വെച്ചതാ. ചുറ്റും കാണുന്ന ദേഹണ്ണവും ഞങ്ങളുടേതാ. അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ ഇപ്പൊ ഈ സ്ഥലം ഞാൻ ചാക്കോ മുതലാളിയോട് വിലക്ക് വാങ്ങിയിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ ഈ വീട്ടിൽ വെറും കൈയോട് ഇറങ്ങി പോണെന്ന് പറയുന്നത് എന്ത് ന്യായമാ? ടീച്ചറിന് ന്യായമൊന്നും പഠിപ്പിക്കണ്ട. മര്യാദയ്ക്ക് വീട് ഒഴിഞ്ഞിരുന്നാണ് നല്ലത്. ഇതിനൊരു തീരുമാനം ഉണ്ടാകാതെ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല. ഇറങ്ങിയില്ലല്ലേ? അകത്തെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിടാ. അയ്യോ, ഈശ്വരൻ നിരക്കാത്ത പ്രവൃത്തി ചെയ്യരുത്. അങ്ങോട്ട് മാറി നിൽക്കണല്ലേ? നോക്കി നിൽക്കാതെ അകത്ത് എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തിടാ. അകത്ത് നിന്ന് എടുത്ത സാധനങ്ങളെല്ലാം അതാത് സ്ഥാനത്ത് കൊണ്ടുപോയി. നിൽക്കണവിടെ. നിന്നെയൊക്കെ വിളിച്ചോണ്ട് വന്ന് പീറ്റതല്ല ഞാനാണ്. സാധനങ്ങൾ മുഴുവൻ എടുത്ത് പുറത്തോടെ.
സാറ് തന്നെ അങ്ങ് എടുത്തോണ്ടാ മതി, ഞങ്ങളെ കൊണ്ട് ഒക്കില്ല. നിനക്കൊക്കെ പേടിയാണെങ്കിൽ ഞാൻ എടുക്കാം. ഉണ്ണേ, നിങ്ങൾ രണ്ടുപേരും അകത്തോട്ട് പോകും. ഈ പടി കടക്കുകയോ അവരുടെ ഏതെങ്കിലും സാധനങ്ങൾ തൊടുകയോ ചെയ്യരുത്. തൊട്ടാതെ എന്ത് ചെയ്യും? ടീച്ചർ, എന്താ ഇത്? ഏത് പ്രശ്നവും സമാധാനമായിട്ട് കൈകാര്യം ചെയ്യുന്നല്ലേ നല്ലത്? അച്ചോ, മര്യാദയ്ക്ക് കാര്യം പറഞ്ഞാൽ എവന് മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് ചെയ്യാവുന്നത് ഞാൻ ചെയ്യും. അത് ഒരു നല്ല രീതിയല്ല ടീച്ചർ. തെറ്റാണെങ്കിൽ അച്ഛൻ ക്ഷമിക്കുക, ഞാൻ മാറി തന്നെ. അച്ഛന്റെ രീതിക്ക് ഈ പ്രശ്നം പരിഹരിച്ചു. ഉണ്ണി, എന്താ കാര്യം? അച്ഛോ, ഞാൻ ചാക്കോ മുതലായിട്ട് വാങ്ങിയ സ്ഥലമാണിത്. എനിക്ക് ഇതിന്റെ ഉടമസ്ഥാവകാശം കിട്ടണം. അതിന് സമ്മതിക്കില്ലെങ്കിൽ എന്നെ കൊണ്ടാവുന്നു ഞാനും നോക്കോളാം. ലക്ഷ്മിയമ്മേ, എന്താ പ്രശ്നം? ഉണ്ണിക്കിപ്പോ തീറ് കൊടുത്ത 3 ഏക്കർ സ്ഥലത്താണ് അശ്വതിയുടെ വീട് നിൽക്കുന്നത്. അവിടെ ഉണ്ണി ഒരു റബ്ബർ ഫാക്ടറി തുടങ്ങാൻ പോകും. ചാക്കോച്ചനും അതിൽ പങ്കാളിയല്ലേ? എങ്ങനെ കാര്യമായിട്ട് മുതൽ മുടക്കൊന്നുമില്ല. ഉണ്ണി ജപ്പാനിൽ പോയി അതേപ്പറ്റി കൂടുതൽ പഠിച്ചു വന്നപ്പോ ഒരു ഫാക്ടറി തുടങ്ങാൻ സഹായിക്കണമെന്ന് എന്നോട് പറഞ്ഞു. വളരെക്കാലമായിട്ട് എന്റെ കൂടെ മാനേജറായിട്ട് നിൽക്കുന്ന ആളാണല്ലോ. അതുകൊണ്ട് എന്റെ വകയായിട്ട് സ്ഥലം ഞാൻ തീർന്നു. 10-20 വർഷമായിട്ട് അശ്വതിയുടെ കുടുംബം ആ വസ്തുവിൽ കുടികിടക്കുകയല്ലേ? മുതലാളി ഇഷ്ടദാനം കൊടുത്തൊന്നുമല്ലല്ലോ. മറ്റൊരാൾക്ക് വസ്തു വിറ്റപ്പോ അങ്ങോട്ട് ഇറങ്ങിക്കൊടുക്കുന്നല്ലേ മര്യാദ. അവർക്ക് ആ സ്ഥലത്ത് ദേഹണ്ണമുണ്ടല്ലോ. അത് വെട്ടിക്കളഞ്ഞിട്ട് വേണം ഫാക്ടറി പണിയാൻ. അപ്പൊ പുരയോ? പൊളിച്ച് ദൂരെ കളയും. അശ്വതിക്ക് അച്ഛനില്ല. പള്ളിവക സ്കൂളിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ആ നിലയ്ക്ക് അവര് വെറും കൈയോടെ ഇറക്കി വിട്ടാൽ അവരെങ്ങോട്ട് പോകും? അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. അത് ശരിയല്ല ഉണ്ണി. വിധവകളെയും മാതാപിതാക്കന്മാരില്ലാത്ത കുഞ്ഞുങ്ങളെയും ഞെരുക്കുന്നത് തലപ്പെട്ട ദോഷമാണ്. അച്ചോ, ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്തൊരു തീരുമാനം അച്ഛനെടുത്താട്ടെ. ആ പറമ്പിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു 15 സെന്റ് സ്ഥലം അവർക്ക് കൊടുത്താൽ നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 15 സെന്റ് സ്ഥലവും ഒരു സൂചി കുത്ത സ്ഥലം ഞാൻ കൊടുക്കില്ല. ഉണ്ണിയുടെ നിലപാട് ഇതാണെങ്കിൽ ചിലപ്പോ അവരവിടെ നിറങ്ങിയില്ലെന്ന് വരും. ഇറക്കാൻ ഇവിടെ പോലീസും കോടതി കൊണ്ടച്ചോ. ഉണ്ണി പഴയ കാലമൊന്നുമല്ല. നീതിക്കെതിരായിട്ട് എന്ത് നടന്നാലും ഇന്ന് പാവപ്പെട്ടവരെല്ലാം ഒന്നിച്ചു കൂടും. പോലീസിനും പട്ടാളത്തിനുമൊന്നും ആ ശക്തിയെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരില്ല. എനിക്ക് നീതിയെന്ന് തോന്നിയത് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. അച്ചോ, ഞാനൊരു കാര്യം പറയാം. ഒരു 10 സെന്റ് സ്ഥലം അവർക്ക് കൊടുത്തേക്കാം. മുതലാളി എന്തായി പറയുന്നത്? 2 കൂട്ടരുടെയും നന്മയ്ക്ക് വേണ്ടിയാ ഞാനിത് പറയുന്നത്. ഉണ്ണി അതങ്ങ് സമ്മതിക്കും. അച്ചോ, അച്ഛൻ ഇടനിലക്കാരനായി നിന്ന് ഈ പ്രശ്നം ഇന്ന് തന്നെ ഒന്ന് തീർത്താട്ടെ. ഈ 10 സെന്റ് സ്ഥലം കൊണ്ട് അവർ എന്ത് ചെയ്യുക? കയറിക്കിടക്കാൻ ഒരു വീട് വേണ്ടേ? വേണം. ഒരു വീട് തല്ലിക്കൂട്ടിയിട്ട് മാറിയാൽ മതി. അതുവരെ ഒന്ന് ക്ഷമിക്കാൻ ഞാൻ ഉണ്ണിയോട് പറയാം. വീട് വെക്കാൻ പണം വേണ്ടേ? അതും ഉണ്ണി തരണമെന്നാണോ? എന്താ സംശയം? അത് ശരിയാണോ പീറ്ററെ? അച്ചോ, 20 വർഷമായിട്ട് അവർ ആ മണ്ണിൽ കുടികിടക്കും. അവർക്ക് ആ ഭൂമിയിൽ ദേഹന്നുമുണ്ട്. സാമാന്യം ഭേദപ്പെട്ടൊരു പുരയും ഉണ്ട്. അത് ഉപേക്ഷിച്ചിട്ട് കയ്യും വീശിയിട്ട് ഇറങ്ങിപ്പോണമെന്നാണോ? 10 സെന്റ് സ്ഥലം അവർക്ക് കൊടുക്കുന്നില്ലേ? പിന്നെന്ത് വേണം? പുര പൊളിച്ച് മാറ്റി വെക്കാൻ ഒരു 10,000 രൂപ കൂടി ഉണ്ണി കൊടുക്കണം. അതെന്ത് ന്യായമാണ്? ന്യായം എന്തായാലും അത് കൊടുത്തേ പറ്റും. ഉണ്ണി അത് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സമ്മതിച്ചില്ലെങ്കിൽ അവർ മാറുകയുമില്ല. മാറിത്തരാമെന്ന് അവർ സമ്മതിച്ചല്ലോ. അച്ചോ, അശ്വതിയും അമ്മയും സ്ത്രീകളാണ്. ഒരാൺതുണയില്ലാത്ത പാവങ്ങൾ. മുതലാളി പറഞ്ഞാൽ പിന്നെ അവർക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റും. ആ,
അദ്ദേഹം വലിയവനായതുകൊണ്ട് അച്ഛനും അതിന് കൂട്ടി നിൽക്കുന്നു. പീറ്റർ, എനിക്ക് വലിയവനെന്നും ചെറിയവനെന്നുള്ള വ്യത്യാസമില്ല. എന്റെ കണ്ണിൽ എല്ലാവരും മനുഷ്യരാണ്. ഈ ആദർശം ഇവിടെ നിന്ന് എല്ലാ അച്ഛന്മാരും പറഞ്ഞിട്ടുണ്ട്, പള്ളിയിൽ പ്രസംഗിച്ചിട്ടുമുണ്ട്. പക്ഷെ പ്രവൃത്തിയിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല. അച്ഛൻ ഒരു കാര്യം, പറഞ്ഞ തുക കിട്ടാതെ അവരവിടെ നിന്ന് മാറുകയുമില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആരും അവരെ മാറ്റുകയും. പിന്നെ അനാവശ്യമായി അച്ഛൻ ഈ കാര്യത്തിൽ ഇടപെട്ടാൽ ഇനി ഈ ലോഹയെ ഞാൻ ബഹുമാനിച്ചത്. അച്ഛൻ മധ്യസ്ഥൻ നിന്നുകൊണ്ട് 10 സെന്റ് സ്ഥലം കൊടുക്കാമെന്ന് മോലാളി സമ്മതിച്ചതാ. എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി? പീറ്റർ കയറി ഉടക്കി 10,000 രൂപ കൂടി മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് എന്തൊരു ന്യായമാ? ഇവനാരാ ഈ നാട്ടിലെ മൈസ്ട്രേറ്റോ? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. കപ്പ്യാരെന്താ ഇത്ര കാര്യമായിട്ട് ചോദിക്കുന്നത്? ഞാനൊരു ശവപ്പെട്ടിക്ക് വില ചോദിക്കായിരുന്നു. ആർക്കാ? എനിക്ക് തന്നെ. തനിക്ക് താന്തനാണോ ശവപ്പെട്ടി പഠിക്കുന്നത്? പറഞ്ഞ പോലെ എനിക്കെന്തിന് ഇപ്പൊ ശവപ്പെട്ടി? എടാ, ആ പുറജാതിക്കാരി നിന്റെ ആരാടാ? പുറജാതിക്കാരി? അതേടാ, ആ നായര് പെണ്ണ് അശ്വതി. ആ, നീയാണോ അവളെ കുടി താമസിച്ചത്? അല്ല. പിന്നെ അവരെ കുടി ഒഴിപ്പിക്കുന്നിടത്ത് നിനക്കെന്ത് കാര്യം? അപ്പ അവര് പാവങ്ങൾ. വെറും കൈയോടെ ഇറക്കി വിട്ടാൽ അവരെങ്ങോട്ട് പോകും? ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോരടാ. നീ കളിക്കുന്ന ആരോടാണെന്ന് അറിയാമോ? ചാക്കോ മലയാളിയോടാ. അങ്ങനെ പേടിച്ചാൽ ഇവിടെ ജീവിക്കാൻ ഒക്കും. അപ്പ നിനക്കിതിലെന്ത് കാര്യമെന്നാ ഞാൻ ചോദിക്കുന്നത്. അപ്പ ഈ ഭൂമി എല്ലാവർക്കും കൂടി ഉള്ളതാ. ഇവിടെ എല്ലാവർക്കും ജീവിക്കുകയും വേണം. എവിടെ നീതി അത് കണ്ടാലും ഞാൻ എതിർക്കും. നീ എതിർക്കോടാ? ആ, എതിർക്കും. എമ്മാടി നിന്നെ നിങ്ങൾക്ക് എന്താ പ്രാന്താണോ മനുഷ്യനെ? അതേടി, അവൻ എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചു. എന്റെ മോൻ ഒരു വലിയ ആളാകുമെന്ന് ഞാൻ കരുതി. പക്ഷേ അവനെ പറ്റിയുള്ള കണക്കൂട്ടലുകൾ തെറ്റിപ്പോയി. നോക്കിയേ, എന്റെ പറ്റത്രയെന്ന് വല്ല പിടിയുണ്ട? മറ്റ് കൃത്യമായിട്ട് ഞാൻ കണക്ക് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് കണക്ക് പുസ്തകത്തിൽ എഴുതിയോണ്ട് എന്താടാ കാര്യം? അത് 30-ാം തീയതി കാശ് തരും. എടാ നമുക്ക് ഇന്ന് 31-ാം തീയതി. അയ്യോ, അത് ഞാൻ ഓർത്തില്ല. ഓർക്കണം, നമ്മളെ മോള് സബീനിക്ക് ഒരു കല്യാണാലോചന വന്നിട്ട് കെട്ടാൻ വരുന്ന ഒരു കണക്ക് പുസ്തകം എടുത്തു കൊടുത്താൽ കെട്ടുവോ? അതെങ്ങനെയാ? അപ്പൊ പണം തന്നെ കൊടുക്കണം. അതുകൊണ്ട് 15-ാം തീയതിക്ക് മുമ്പായിട്ട് നമ്മളെ പറ്റി തീർക്കണം. ശരിയോ നമുക്ക്? ആ പിന്നെ ഇത് നാരായണൻകുട്ടിയോട് മാത്രമായിട്ടല്ല, മറ്റാരോടും എല്ലാരോടും ആയിട്ടാ പറയണത്. നമുക്ക് അവർ ചായ തരാം. നീ വന്ന ഒത്തിരി നീ ഒരു പുതിയ കുഴപ്പമുണ്ടാക്കിയത് കേട്ടില്ല? കുഴപ്പം? എന്ത് കുഴപ്പം? ഞമ്മടുത്ത് വേണം മോനെ ഈ ഒടിച്ചു കളി. കാര്യം പറ നമുക്ക്. ഐശ്വര്യ നീയായിട്ട് മോഹത്തിലാണെന്ന് കേട്ടില്ല? അതാണോ കാര്യം? അപ്പൊ സംഗതി ശരിയാണ്. ആ, എനിക്ക് അവളെ ഇഷ്ടമാണ് നമുക്ക്. അതൊരു തെറ്റാണ്? തെറ്റല്ല, പക്ഷേങ്കില് അവള് ഹിന്ദു, നീ ക്രിസ്ത്യാനിയാണ്. അതിലൊരു കാര്യമില്ല നമുക്ക്. എന്റെ കണ്ണിൽ 2 ജാതിയും, ആണും പെണ്ണും. ജാതിയില്ലെന്നാ? അപ്പൊ നമ്മൾ ഇസ്ലാം അല്ലെന്നാണ് ഈ പറയണത്? നമുക്ക് എന്ത് ജാതിയാ? ഇസ്ലാം. മമ്മൂക്കാന്റെ ബാപ്പയോ? ഒന്നാന്തര ഇസ്ലാം. ബാപ്പാന്റെ ബാപ്പാന്റെ ബാപ്പയോ? നമ്മൾ പാരമ്പര്യമായിട്ട് ഇസ്ലാമാണ്. ആട്ടെ, പടച്ചവൻ ആദ്യം ആരെ സൃഷ്ടിച്ചെന്നാണ് നിങ്ങളുടെ കിതാബിൽ പറയുന്നത്? ആദം നബി. ആ ആദാമിന്റെ മക്കളല്ലേ പിന്നീടുണ്ടായ മനുഷ്യരെല്ലാം? അതെ. അപ്പോ ആദാമിന്റെ ജാതി എന്തായിരുന്നു? ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനി? ആദാം ഏത് ജാതി എന്ന് പറ. അതൊരു വലിയ ചോദ്യമാണല്ലോ. ആലോചിച്ച് നാളെ ഉത്തരം പറഞ്ഞാൽ മതി. കാശ് ആദം സബീന, എന്താ പാപ്പ? ആദമിന്റെ ജാതി എന്താണ് മോളെ? ആദാമിന്റെ ജാതിയോ? ആ എനിക്ക് അറിഞ്ഞൂടെ പാപ്പ. വരാലേ, പിന്നെ എന്ത് കുന്തം പഠിക്കാനാണ് ഈ ദിവസം പുസ്തകം ഞാൻ സ്കൂളിൽ പോകുന്നത്? പോത്ത്. ആദമിന്റെ ജാതി എന്താണെന്ന് അറിഞ്ഞൂടാ. എന്താ നമുക്ക്? ആദാമിന്റെ ജാതി എന്താടാ? ആദാമോ? ആ, അതാരാ? എന്റെ ബാപ്പാന്റെ 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 ബാപ്പ. ഓരോ ഹിമാറെ ആദാമിന്റെ ജാതി അറിയാണ്ട് എന്തിനാണോ ജീവിക്കണത്? ഈ പാരോടാ നമ്മൾ ചോദിക്കുക. എടീ,
ചെറുക്കന് ഫ്രണ്ടൻ കമ്പനിയിലെ ആ ജോലി, എഞ്ചിൻ ഡ്രൈവറാ. 500 രൂപ ശമ്പളം കിട്ടും. നീ അവനെ കണ്ടിട്ടില്ലേ? പിന്നെ ജോക്കി മേസ്ത്രിയുടെ മോനെ ഞാൻ കണ്ടിട്ടില്ലേ? നല്ല മിടുമിടുക്കൻ ചെറുക്കന്. ആ, അവന്റെ അപ്പനായി എഴുത്തയച്ചിരിക്കുന്നത്. മോൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് കല്യാണം ആലോചിക്കാം. എനിക്ക് കല്യാണം വേണ്ടപ്പ. പിന്നെ നീ എന്താ മടത്തി പോവാണോ? എനിക്ക് വേണം തോന്നുമ്പോ ഞാൻ പറയാം, അപ്പൊ ആലോചിച്ചാ മതി. പിന്നെ നിന്റെ അഭിപ്രായം പോലല്ലേ ഇവിടെ എല്ലാ കാര്യം ചെയ്യുന്നത്. ചെറുക്കൻ വന്ന് പെണ്ണിനെ കാണാൻ എഴുതപ്പ. നോയമ്പ് വീട് കഴിഞ്ഞ് വന്ന് കാണാനില്ല. 10,000 രൂപ തന്നാലേ വീട് ഒഴിഞ്ഞു കൊടുക്കൂ എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. ഉണ്ണി അത് സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മാറണ്ട. രൂപയുടെ കാര്യം പറഞ്ഞു നമ്മൾ ഇനിയും വഴക്കിന് പോണോ? ഇത് വഴക്കാണോ? നമുക്ക് കിട്ടാനുള്ള ന്യായമായ അവകാശമേ ചോദിച്ചു. നീ ധൈര്യമായിട്ട് നിൽക്ക്. രൂപ അവൻ വീട്ടിൽ കൊണ്ടെത്തരും. പീറ്റർ ഇടപെട്ട കൊണ്ട് ഉണ്ണി രൂപ തന്നെന്ന് വരും. പക്ഷെ അയാളുടെ സ്വഭാവം അറിയാമല്ലോ, എന്തിനും മടിക്കാത്തവനാ. ഇനി അനാവശ്യമായിട്ട് അവൻ ആ വീട്ടിൽ കയറിയാൽ അവന്റെ എല്ല് ഞാൻ ഒടിക്കും. പീറ്റർ എപ്പോഴും അവിടെ ഉണ്ടായിരിക്കണം എന്നില്ലല്ലോ. ഞങ്ങൾ 2 സ്ത്രീകൾ തനിച്ചേ ഉള്ളൂ. അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. മരിച്ചുപോയ അച്ഛനെ ഇനിയിപ്പോ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അശ്വതി, ഞാനൊരു തമാശ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കില്ലാത്തത് ഒരാൺതുണയാണ്. അത് ഞാനത് പരിഹരിക്കാൻ തയ്യാറായി. മനസ്സിലായി? 4 പേരറിയേ ഞാൻ നിന്നെ വിവാഹം കഴിക്കാം. എന്താ അശ്വതിക്ക് ഇഷ്ടമല്ല? കഴിയും വേഗം നമ്മുടെ വിവാഹം നടക്കണം എന്നാണ് എന്റെയും ആഗ്രഹം. പക്ഷേ അതിന് സമയമായിട്ടില്ല. പിന്നെപ്പോഴാ? ഷഷ്ടിപൂർത്തി കഴിഞ്ഞിട്ടാണ്? അല്ല, പീറ്ററിന്റെ സഹോദരി ആലീസിന്റെ വിവാഹം കഴിഞ്ഞു. ആലീസിന്റെ വിവാഹവും നമ്മുടെ വിവാഹവും തമ്മിൽ എന്താ ബന്ധം? നമ്മുടെ വിവാഹം ഇപ്പൊ നടന്നാൽ ആലീസിന്റെ വിവാഹം ഒരു പക്ഷെ നടന്നില്ലെന്ന് വരും. ഞാൻ പറയുന്നത് ശരിയല്ലേ? ഞാൻ കാത്തിരിക്കാം. ആലീസിന്റെ വിവാഹം ആദ്യം നടക്കട്ടെ. എത്ര കാലമാണ് നമ്മളിങ്ങനെ ഒളിച്ചും പതുങ്ങിയും കഴിയും? ഞാൻ എന്ത് ചെയ്യാനാ? നീ ചേട്ടനോട് പറ. അയ്യോ എന്നാ ഞാൻ പറയാം. വേണ്ട ജോണി, ചേട്ടനോട് സംസാരിക്കാൻ ജോണി പോണ്ട. ഇങ്ങനെ കരയ്ക്കും പോലെ വെള്ളത്തിലും പോലെ വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കഴിയാൻ നോക്കൂ. ഞാനൊരു കാര്യം പറയട്ടെ. ജെയിംസ് അച്ഛനോട് ഞാൻ ഈ കാര്യം പറയാം. അച്ഛൻ ചേട്ടനോട് പറഞ്ഞാൽ ചേട്ടൻ ഒരിക്കലും എതിർക്കില്ല. അച്ഛൻ ഇക്കാര്യത്തിൽ നമ്മളെ സഹായിക്കും എനക്ക് ഉറപ്പുണ്ടോ? തീർച്ചയായും. എങ്ങനെ? നീ ജോണിയെ സ്നേഹിക്കുന്നത് തെറ്റല്ല, പാപവുമല്ല. പക്ഷെ അവൻ പണക്കാരനാണ്, നീ പാവപ്പെട്ട ഒരു ശവപ്പെട്ടി പണിക്കാരന്റെ മകൻ. വിവാഹ കാര്യത്തിൽ എന്തെങ്കിലും എതിർപ്പുകൾ ഉണ്ടായാൽ അവന്റെ മനസ്സ് മാറുകയില്ലെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ജോണി എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് അച്ചു. അദ്ദേഹം എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ആ വാക്കവൻ പാലിക്കുമോ? തീർച്ചയായും. ആട്ടെ, ചാക്കോ മുതലാളി എതിർത്താലോ? എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും എന്നെ വിവാഹം ചെയ്യുള്ളൂ എന്ന് ജോണി സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അച്ചു, ചേട്ടന്റെ കാര്യത്തിലാണ് എനിക്ക് പേടി. ചേട്ടൻ ഇതറിഞ്ഞാൽ അവൻ കുഴപ്പമുണ്ടാക്കിയെന്ന് വരും. ഈ കാര്യത്തിൽ അച്ഛൻ എന്നെ സഹായിക്കണം. എനിക്കെന്ത് ചെയ്യാൻ കഴിയും കുഞ്ഞെ? അച്ഛൻ വേണ്ടപോലെന്ന് പറഞ്ഞാൽ ചേട്ടൻ സമ്മതിക്കും. ശരി കുഞ്ഞെ, സൗകര്യം പോലെ ഞാൻ അവനോട് സംസാരിക്കാം. വളരെ ഉപകാരം. പിന്നൊരു കാര്യം, നിന്റെ ജ്യേഷ്ഠന്റെ പ്രകൃതം നിനക്ക് നല്ലപോലെ അറിയാമല്ലോ. നിങ്ങളുടെ ഈ ബന്ധത്തെപ്പറ്റി ആരെങ്കിലും പറഞ്ഞ് അവന്റെ ചെവിയിലെത്തിയാൽ അവൻ എന്തെങ്കിലും അവ്യയം കാണിച്ചെന്ന് വരും. എനിക്കും ആ പേടിയുണ്ട് അച്ചു. അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഞാൻ ഇക്കാര്യം പീറ്ററോട് പറഞ്ഞ് അവന്റെ സമ്മതം വാങ്ങുന്നവരെ നീയും ജോണിയും തമ്മിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ശരി അച്ചു. എന്നാ നീ പറ്റൂ.
എന്താ പണങ്ങി പോകുന്നു? എന്ത് ഇന്ത്യയിലെ ഞാൻ കയ്യിൽ നിന്ന് വിടുക. വീട് ജോണി. ഓഹോ, അപ്പൊ നാക്കുണ്ടല്ലേ? നമ്മുടെ വിവാഹം തീരുമാനിക്കുന്നതുവരെ ഇനി തമ്മിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുതെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അത് വകുപ്പ് 144 നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞത്. ചേട്ടനോട് പറഞ്ഞിട്ടുടനെ നമ്മുടെ വിവാഹം അദ്ദേഹം നടത്തി തരാമെന്ന് പറഞ്ഞു. അതുവരെ ഞാൻ നിന്നെ എങ്ങനെ കാണാതിരിക്കും? രാജപുഷ്പമേ ഋതുരാജപുഷ്പമേ രാജപുഷ്പമേ ഋതുരാജപുഷ്പമേ അഭിലാഷത്തിൻ ആരാമത്തിൽ വിടരും സ്വപ്നമേ അഭിലാഷത്തിൻ ആരാമത്തിൽ വിടരും സ്വപ്നമേ രാജപുഷ്പമേ ഋതുരാജപുഷ്പമേ അഭിലാഷത്തിൻ ആരാമത്തിൽ വിടരും സ്വപ്നമേ രാജപുഷ്പമേ മഞ്ഞിൻ തുകിലാൽ മാറുമറച്ചൻ മുന്നിൽ നിൽക്കുമ്പോൾ കണ്ണുകളാൽ ഞാൻ നിൻ സൗന്ദര്യം കവർന്നെടുക്കുമ്പോൾ മഞ്ഞിൻ തുകിലാൽ മാറുമറച്ചൻ മുന്നിൽ നിൽക്കുമ്പോൾ കണ്ണുകളാൽ ഞാൻ നിൻ സൗന്ദര്യം കവർന്നെടുക്കുമ്പോൾ എന്തിനിയൊരു നാണം എന്തിനിയൊരു മൗനം രാജപുഷ്പമേ ഋതുരാജപുഷ്പമേ അഭിലാഷത്തിൻ ആരാമത്തിൽ വിടരും സ്വപ്നമേ രാജപുഷ്പമേ എന്റെ വികാരം ശലഭം പോലെ നിന്നിൽ പതിയുമ്പോൾ ചുണ്ടുകളാൽ ഞാൻ നിൻ മാധുര്യം നുകർന്നെടുക്കുമ്പോൾ എന്റെ വികാരം ശലഭം പോലെ നിന്നിൽ പതിയുമ്പോൾ ചുണ്ടുകളാൽ ഞാൻ നിൻ മാധുര്യം നുകർന്നെടുക്കുമ്പോൾ എന്നിൽ പുതിയൊരു മോഹം എന്നിൽ പുതിയൊരു രാഗം രാജപുഷ്പമേ ഋതുരാജപുഷ്പമേ രാജപുഷ്പമേ ഋതുരാജപുഷ്പമേ അഭിലാഷത്തിൻ ആരാമത്തിൽ വിടരും സ്വപ്നമേ അഭിലാഷത്തിൻ ആരാമത്തിൽ വിടരും സ്വപ്നമേ രാജപുഷ്പമേ ഋതുരാജപുഷ്പമേ അഭിലാഷത്തിൻ ആരാമത്തിൽ വിടരും സ്വപ്നമേ
മഴ പെയ്തു വരുന്നു. വാ. വാ നമുക്കിവിടെ കയറി. നല്ല പ്രായത്തോളം ഭൂമിയിൽ ജീവിപ്പാനായി അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നാണ് ദൈവപ്രമാണം. ചൊല്ലുവിളി പഠിപ്പിച്ച കൂട്ടത്തിൽ എത്തപ്പാൻ മകനെ അത് പഠിപ്പിച്ചില്ല. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ മുതലാളി? എന്നെ പോലെ ശവപ്പെട്ടി പണിക്കാരനായിരുന്നു വിചാരിച്ചിട്ടാ ഞാൻ അവനെ BA വരെ പഠിപ്പിച്ചു. പക്ഷെ അതിപ്പോ നാട്ടുകാർക്കും വീട്ടുകാർക്കും തലവേദനയായിട്ടാ വന്നിരിക്കുന്നത്. അവൻ അങ്ങനെ ഒരു കൊള്ളരുതാത്തൊന്നുമല്ല. താൻ വേണ്ട പോലെ ഒന്ന് വിളിച്ച് ഉപദേശിച്ചാൽ അവന് നേർവഴിക്ക് കൊണ്ടുവരാം. എവിടുന്ന്? അടയ്ക്കാവുമ്പോ മടി വെക്കാം, അടയ്ക്കാൻ വരെ മടി വെക്കാൻ ഒക്കുവോ? അതൊന്നുമല്ല എസ്തപ്പാനെ കാര്യം. ആ പെണ്ണവിടെ ഉള്ളത് കൊണ്ടാ അവനെ വിട്ടത്. ഇല്ലാവചനം പറയാതെ ഉണ്ണി. മുതലാളി എത്തറിയുന്നു. പീറ്ററും അശ്വതും തമ്മിൽ വലിയ ലോകത്തിലാ. അവർ രജിസ്റ്റർ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുക. ഞാൻ അവനോടൊന്ന് ചോദിക്കട്ടെ മുതലാളി. സംഗതി സത്യമാണെങ്കിൽ അവന്റെ കഴുത്തി ഞാനൊന്ന് വീതുളിക്കരിഞ്ഞില്ല. എടാ എത്തപ്പാനെ, വീട്ടിൽ പോയി ബഹളമൊന്നും ഉണ്ടാക്കരുത്. സമാധാനമായിട്ട് അവനെ പറഞ്ഞു തിരുത്തണം. അതാണ് ക്രിസ്തീയ രൂപി. തെമ്മാടിത്തരം കാണിച്ചാ പിന്നെ എന്നാ രൂപയാ മുതലാളി? ഒന്നുകിൽ അവൻ എന്റെ മകനായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരുത്തനും ഇല്ല എന്ന് വിചാരിച്ചു. നീ എന്നാ ചോറുണ്ടാത്തത്? ഓ, എനിക്ക് മതിയം. എടാ, ഈ വെയിലും കൊണ്ട് കറങ്ങി നടക്കാതെ നേരത്തിനും കാലത്തിനും വീട്ടിൽ വന്ന് വല്ലതും വയർ നിറച്ച് കഴിക്കും. എടാ, എഴുന്നേക്ക്. ഇത് എന്നാ കൂട്ടാ? അവൻ ചോറുണ്ടോ? ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞിട്ട് അവൻ ഉണ്ടാ മതി. എഴുന്നേക്കടാ. എന്താ നീ ആ നായർ പെണ്ണെ കെട്ടാൻ പോവാ? ചോദിച്ചത് കേട്ടില്ലേ? കെട്ടാൻ പോവാണോ എന്ന്? അശ്വതി എന്താ സ്ത്രീയല്ലേ? അതടി കരിയ. എല്ലാത്തിനും ഞാൻ കൊല്ലും. എടാ, നീ ആ പെണ്ണെ കെട്ടിക്കൊണ്ട് ഇവിടെ വന്ന അന്ന് ഞാൻ ഈ വീടിന് തീ വെക്കും. ചേട്ടാ, ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് DYSP ആയിട്ട് ചേട്ടൻ പ്രൊമോഷൻ കിട്ടിയത്. അതിന്റെ ഉപകാര സ്മരണയ്ക്ക് ഒരു പാട്ട് കുർബാന ചൊല്ലിക്കണം. അമ്മയ്ക്ക് വിശേഷമൊന്നുമില്ലല്ലോ. സൗകര്യപ്പെട്ടാൽ ഞാൻ അടുത്ത ആഴ്ച വരാം. നിർത്തട്ടെ? എന്താ അച്ഛൻ ചേട്ടനോട് എന്റെ കാര്യം പറഞ്ഞോന്നറിയാൻ വന്നതാ. അവനിവിടെ വന്നിരുന്നു, പക്ഷേ ഇക്കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ തരപ്പെട്ടില്ല. അച്ഛൻ കപ്പ്യാരെ വിട്ടൊന്ന് വിളിപ്പിച്ച് സംസാരിച്ചാൽ. നീ അങ്ങനെ തിടുക്കപ്പെട്ടുകൊണ്ടൊന്നും കാര്യമില്ല. പ്രത്യേകിച്ചും പീറ്ററിന്റെ കാര്യത്തിൽ നേരവും പ്രകൃതവും ഒക്കെ നോക്കി പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ വിപരീത ഫലം ഉണ്ടായെന്ന് വരും. അത് ശരിയാണ് അച്ചു. ഏതായാലും ഈ വസ്തുവിന്റെ പ്രശ്നം ഒന്ന് കഴിയട്ടെ. അപ്പൊ അവനൊന്ന് തണുക്കും. എന്നിട്ട് ഞാൻ അവനോട് ഈ കാര്യം പറയാം. എന്താ? അത് മതി അച്ചു. നീ ഇവിടെ അച്ഛനെ ഒന്ന് കാണാൻ വന്നതാ. എന്തിന്? എന്തിനാ ചോദിച്ചത്? കുമ്പസാരിക്കാൻ. പള്ളിമേടയിൽ വെച്ചാണ് അവിടെ കുമ്പസാരിക്കുന്നത്. എടേ, നിന്നെ വീട്ടിൽ നിന്ന് അയക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാനാണ്. പഠിത്തം കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോയിക്കണം. മനസ്സിലായോ? പോ. അപ്പോ അച്ഛൻ ചേട്ടനോട് ഇതുവരെ ഇക്കാര്യം പറഞ്ഞില്ല അല്ലേ? ഇല്ല. ഇനി നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല. ഞാൻ ഇന്ന് തന്നെ അച്ഛനോട് സംസാരിക്കും. അച്ഛൻ സമ്മതിക്കുമോ? സമ്മതിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോരും. നീ എന്റെ കൂടെ വരും. ജോണി എവിടേക്ക് വിളിച്ചാലും ഞാൻ വരാം. എങ്കിൽ ആലിസ് വീട്ടിലേക്ക് പോയിക്കോളൂ. നമ്മുടെ വിവാഹം തീരുമാനിച്ചതിന് ശേഷമേ നാളെ ഞാൻ നിന്നെ കാണും. കൊള്ളാം. ഉളുമ്പമ്പിൽ തന്നെയാണല്ലോ കയറി പിടിച്ചിരിക്കുന്നത്. എടി പെണ്ണേ, അവനെ ചാക്കോ മുതലാളിയുടെ മകനാ. എനിക്കറിയാം.
ഓഹോ, അപ്പൊ അറിഞ്ഞുകൊണ്ട് ആരംഭിച്ച കൃഷിയാണല്ലേ? ഇത് കൊയ്യാൻ ഞാനോട് സഹായിക്കാം. എനിക്ക് ആരുടെയും സഹായം വേണ്ട. ഹ, ഇത് ശവപ്പെട്ടി. നീ അങ്ങനെ അങ്ങ് പോയാലോ? കയ്യിന്ന് വിട്. വിടാൻ. ആ, നീ പൊയ്ക്കോ. ഇതുപോലെ പല ഉണ്ണിയാർച്ചമാരെയും കണ്ടവനാടി ഈ ഉണ്ണി. ആലീസിനെ വിവാഹം കഴിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അച്ചായൻ അത് നടത്തി തരണം. പീറ്ററിന്റെ പെങ്ങളാണ് ആലീസ് എന്നൊരു മനപ്രയാസമേ എനിക്കുള്ളൂ. പക്ഷെ സാരമില്ല, ഒരുപക്ഷെ ഈ വിവാഹം കൊണ്ട് അവന് നല്ല ബുദ്ധി ഉണ്ടായെന്ന് വരും. അച്ചായ, എനിക്ക് അപ്പനില്ലാത്ത ദുഃഖം പരിഹരിച്ചത് അവിടെ നിന്നാണ്. ഇപ്പൊ എനിക്ക് അപ്പം മാത്രമല്ല, ദൈവം കൂടി അവിടെ നിന്നാണ്. മോനെ, നിന്റെ മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയെ നീ തിരഞ്ഞെടുത്തു. അത് നടത്തി തരേണ്ടത് എന്റെ കടമയാണടാ. അച്ചായ, ഇനി ഞാൻ എന്റെ ഒരു ആഗ്രഹം പറയട്ടെ. എന്താണ് അച്ചായ? നമ്മളും ഉണ്ണിയും ചേർന്നാണ് റബ്ബർ ഫാക്ടറി തുടങ്ങാൻ പോകുന്നത്. നീയും ജപ്പാനിൽ പോയി ഒരു 3 മാസത്തെ പരിശീലനം കഴിച്ചു വന്ന ശേഷം അതിന്റെ ചുമതല ഏറ്റെടുക്കണം. നിനക്ക് വിസമ്മതമില്ലെങ്കിൽ നീ പോയി വന്നതിന് ശേഷം വിവാഹം നടത്തിയാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മതി അച്ചായ. നീ മാത്രമായിട്ടൊരു തീരുമാനം എടുക്കണ്ട. ആലീസിനോട് കൂടെ ചോദിച്ചോളൂ. അവൾക്കും അത് സന്തോഷമായിരിക്കും. എങ്കിൽ ഉടനെ നിന്റെ യാത്രയ്ക്ക് ഏർപ്പാട് ചെയ്യാം. ശരി അച്ചായ. മോനെ, എന്റെ മോൻ വിവാഹം കഴിക്കുമ്പോ അവനൊരു പദവിയിൽ ഇരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അച്ചായ, താൻ എന്ത് പറഞ്ഞാലും ഒരു ചില്ലിക്കാശ് ഇനി തനിക്ക് ഞാൻ തരില്ല. ബുദ്ധിമുട്ടുകൊണ്ട് ചോദിച്ചു പോയതാണോ? ബുദ്ധിമുട്ടും തിരകെട്ടിക്കണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ചയല്ലേ തനിക്ക് ഞാൻ വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയിൽ നിന്ന് പണം കടമെടുത്ത് തന്നത്? അത് മുഴുവൻ താൻ കള്ളു കുടിച്ചു തീർത്തില്ലേ? എന്റെ പൊന്നച്ചോ, ഞാൻ കള്ളു കുടിക്കില്ല. എന്റെ മുഖത്ത് നോക്കി കള്ളം പറയരുത്. അച്ചോ, ഈ തൂങ്ങപ്പെട്ട രൂപത്തെ പിടിച്ച് ഞാൻ സത്യം ചെയ്യാം, ഞാൻ കള്ളു കുടിക്കില്ല. എന്നിട്ട് തന്നെ ഇപ്പൊ കള്ള് മാറുന്നുണ്ടല്ലോ. അയ്യോ അച്ചോ, അത് കള്ളന്റെ നാറ്റമല്ല, ചാരായത്തിന്റെതാ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വയറ്റുവേദന വരുന്നത് കൊണ്ട് ഇത്തിരി ചാരായം കുടിക്കണമെന്ന് വൈദ്യര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുടിച്ചു പോകുന്നതാന്നേ. ഏത് വൈദ്യരാണോ ചാരായം കഴിക്കാൻ പറഞ്ഞത്? അതൊരു ഒറ്റമൂലിക്കാരനാന്നേ. ഒരു ഒറ്റമൂലിക്കാരൻ. മേലാൽ മദ്യപിച്ചുകൊണ്ട് താൻ ഇവിടെ വന്നാൽ തന്നെ ഞാൻ അപ്പൊ പിരിച്ചുവിടും. എങ്ങനെ പറഞ്ഞാൽ കുഴഞ്ഞു പോകത്തേ ഉള്ളൂ. അച്ഛന് നാറ്റം പിടിക്കുന്നില്ല, ഞാൻ ഇനി കുടിക്കുന്നില്ല. ചോദിച്ച കാശ് എന്റെ കയ്യിൽ കാശില്ലെന്ന് പറഞ്ഞില്ലേ? ഫാദർ, മേ കം ഇൻ? മിസ്റ്റർ ഉണ്ണിയോ, വരൂ വരൂ. എന്താ? ഞാൻ ഈ പണം തരാൻ വന്നതാ. 10,000 രൂപയുണ്ട്. ശരിയല്ലേ അച്ഛൻ? ശരിയാ. അച്ഛനെ കാര്യത്തിൽ ഇടപെട്ടതുകൊണ്ടാ ഞാൻ ഈ പണം കൊടുക്കുന്നത്, അല്ലാതെ പീറ്ററെ ഫാനിട്ടല്ല. ഏതായാലും അവർക്ക് വീട് പൊളിച്ചു മാറ്റി വിൽക്കാനല്ലേ. ഒരു നല്ല കാര്യത്തിനായതുകൊണ്ട് ഉണ്ണിക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവും. അച്ഛനായ എരപ്പാളിയോട് പറഞ്ഞേക്കണം, ഇനി എന്തെങ്കിലും ഉടക്കുണ്ടാക്കിയാൽ എന്റെ മട്ടുമാറുമെന്ന്. ഇനി പ്രശ്നമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടായില്ലെങ്കിൽ അവന് കൊള്ളാം. ആ ഉണ്ണി, ഇനി നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കരുത്. കഴിഞ്ഞതെല്ലാം മറക്കുകയും പൊറുക്കുകയും ചെയ്യുക. അച്ഛോ, ഈ പറഞ്ഞത് അച്ഛൻ അവനോടുകൂടി ഒന്ന് പറഞ്ഞേക്കണം. പറയാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇന്ന് ഇത്തിരി കാശ് എനിക്ക് തരാമല്ലോ. ഇതെന്റെ പണമല്ല. അവകാശം വരുമ്പോ ഇതുപോലെ തന്നെ കൊടുക്കേണ്ടതാണ്.
നീ നല്ല സമയത്ത് തന്നെ പറഞ്ഞു. ആ ഇതാണ് നമ്മുടെ സബീനയെ കെട്ടാൻ പോകുന്ന ചെറുക്കൻ സൈനുദ്ദീൻ. ഇത് ചെറുക്കന്റെ ചേട്ടൻ മഹാബ്രാവ്. ഇദ്ദേഹം ആ ഇത് നമ്മളെ സബീനന്റെ കാക്ക. എന്റെ പേര് പീറ്റർ. ഇവരാറ് നസ്രാണിയാണ്. എന്നാലും ഞമ്മക്ക് നമ്മളെ മൂത്ത മോനെ പോലെയാ. അതുകൊണ്ടാണ് സബീനന്റെ കാക്ക എന്ന് പറഞ്ഞത്. സൈനുദ്ദീൻ എന്താ ജോലി? ഞാൻ ദുബൈയില, ഒരു സ്റ്റേഷനറി ഷോപ്പ് ഉണ്ട്. കല്യാണം കഴിഞ്ഞ് സബീനയെ കൂടെ കൊണ്ടുപോകാനായിരിക്കും പരിപാടി. ഏയ് ഉടനെ നമ്മൾ പറഞ്ഞേക്കൂല, അടുത്ത പരിപാടി കൊണ്ടേക്കോ. അപ്പോ തീയതിയൊക്കെ നിശ്ചയിച്ചു. സൈനുദ്ദീൻ അടുത്ത മാസം മടങ്ങി. അതുകൊണ്ട് കയ്യുന്നതും വേഗം നടത്തണമെന്നാ ഇവര് പറയണം. അതിനെന്താ, നമുക്ക് നടത്തിക്കളയാമല്ലോ. സബീന എവിടെ? ഞാനിവിടെ ഉണ്ട്. ആ ചെറുക്കനെ നിനക്ക് ഇഷ്ടപ്പെട്ടു? ചേട്ടന് ഇഷ്ടപ്പെട്ടു. കൊള്ളാമണി, നല്ല പയ്യൻ. നീ ഭാഗ്യവതി. അപ്പോ നമുക്ക് നിങ്ങൾ സംസാരിക്കും, ഞാൻ ഇറങ്ങട്ടെ. ഇന്നിവിടെ നെയ്ച്ചോറ് വെച്ചിട്ടുണ്ട്, അത് കഴിക്കാണ്ട് പോകാൻ പറ്റൂല. എന്റെ പങ്ക് ഞാൻ വൈകുന്നേരം വന്ന് കഴിച്ചോളാം. ഒരു അത്യാവശ്യ കാര്യം. വരട്ടെ. മോന്റെ പെങ്ങളും സബീനെ ഒരുമിച്ചാ പഠിക്കണം. ഞങ്ങളൊരു കുടുംബം പോലെയാ കഴിയുന്നത്. സ്കൂളിൽ പോകാൻ ഇറങ്ങിയതായിരിക്കും. അതെ. നിങ്ങൾ ആവശ്യപ്പെട്ട 10,000 രൂപ ഞാൻ ജെയിംസ് അച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് വാങ്ങിച്ചിട്ട് കഴിയും വേഗം എനിക്ക് ഈ പുര പൊളിച്ചു മാറ്റിത്തരണം. ഓ അതിനെന്താ? കേട്ടോ അശ്വതി, ഈ വഴക്കും വയ്യാവേലിയൊന്നും ഇല്ലാതെ നമുക്ക് സമാധാനമായി ആദ്യമേ ഇതങ്ങ് തീർക്കാമായിരുന്നു. ഞങ്ങൾ വഴക്കിനൊന്നും വന്നില്ലല്ലോ. നിങ്ങൾക്ക് വേണ്ടി അന്യരത്തം വന്നില്ലേ, അതിലേ എനിക്ക് വിഷമമുള്ളൂ. പീറ്റർ അന്ന് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങളെ ഇറക്കി വിടില്ലായിരുന്നോ? അത് നിങ്ങളുടെ തോന്നലാ. അശ്വതിക്ക് വിഷമമാണെങ്കിൽ ഞാൻ ഇപ്പോഴും ഈ സ്ഥലം വേണ്ടെന്ന് വെച്ചേക്കാം. അയ്യോ വേണ്ട, ഞങ്ങൾ ഇറങ്ങി തന്നേക്കാം. അശ്വതി, സ്കൂളിലേക്കാണെങ്കിൽ ഞാൻ വണ്ടി വിട്ടേക്കാം. വേണ്ട, ഞാൻ നടന്നു പൊയ്ക്കോളാം. ലക്ഷ്മമ്മേ, സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ ഇവിടുന്ന് മാറ്റണമെന്നില്ല. പിന്നെ ആ എരപ്പാളി ഇവിടെ കയറ്റുന്നതുകൊണ്ടാണ് എനിക്ക് ഒരു വാശി തോന്നിയത്. ഞാനൊരു അന്യനാണെന്ന് കരുതരുത്. എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു സഹായവും വേണ്ടേ. എന്താ ആലീസ്, 2 ദിവസമായിട്ട് ക്ലാസ്സിന് വന്നില്ലല്ലോ? എനിക്ക് നല്ല സുഖമില്ലായിരുന്നു. ആ, ഈ കത്ത് നിന്റെ പേരിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നതാ. എന്റെ ആലീസ്, തീരെ പ്രതീക്ഷിക്കാതെ എനിക്കിന്നൊരു യാത്ര പുറപ്പെടേണ്ടി വന്നു, ജപ്പാനിലേക്ക്. നേരിൽ കണ്ട് നിന്നോട് യാത്ര പറയാൻ വേണ്ടിയാണ് ഞാൻ നിന്റെ വീട്ടുവാതിൽക്കൽ വരെ വന്നത്. പക്ഷേ പീറ്റർ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒന്നും സംസാരിക്കാൻ കഴിയാതെ തിരിച്ചു പോരേണ്ടി വന്നു. മടങ്ങി വന്നാലുടൻ നമ്മുടെ വിവാഹം നടത്താമെന്ന് അപ്പൻ സമ്മതിച്ചിട്ടുണ്ട്. അവിടെ എത്തിയാലുടൻ കൂടുതൽ വിവരത്തിന് ഞാൻ എഴുതാം. സ്നേഹചുംബനങ്ങളോടെ, നിന്റെ ജോണി. ഇല്ല ഇല്ല, ജോലി മടങ്ങി വരുന്നവരെ ഞാൻ എങ്ങനെ കാത്തിരിക്കും? ഞാൻ എങ്ങനെ ഇനി മനുഷ്യരെ മുഖത്ത് നോക്കും? എത്ര കാലം ഞാനിത് മറച്ചു വെക്കും? നീ വിഷമിക്കാതെ, സമാധാനം. എന്ത് സമാധാനം അടച്ചോ? ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ എന്റെ അമ്മ തല തല്ലിച്ചാവും. ചേട്ടൻ വീടിന് തീ വെക്കും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അച്ഛൻ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വിഷം കുടിച്ച് ചാവും അച്ചോ. ഗർഭിണിയായി ഞാൻ എന്നെ ജീവിച്ചിരിക്കില്ല അച്ചോ, ജീവിച്ചിരിക്കില്ല. കരയാതെ എഴുന്നേൽപ്പാലി. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആത്മഹത്യ ചെയ്യുന്നത് കൊണ്ട് നീ എന്ത് നേടും? പിന്നെ ഞാൻ എന്ത് ചെയ്യും അച്ചോ? ഞാൻ ചാക്കോ നാളെ കണ്ട് സംസാരിക്കാം. ജോണി ഉടൻ തന്നെ വരുത്തി നിങ്ങളെ വിവാഹം നടത്തിത്തരാൻ ഞാൻ ആവശ്യപ്പെടാം. നിന്റെ അവിവേകം കൊണ്ട് ഒരു തെറ്റുപറ്റി. നേരായ മാർഗത്തിൽ കൂടി അതിന് പരിഹാരം കണ്ടെത്തുകയല്ലേ വേണ്ടു. അച്ചോ, നീയും ജോണിയും തമ്മിലുള്ള ബന്ധത്തിന്റെ സത്യാവസ്ഥ അറിയാവുന്ന ഒരു വൈദികൻ എന്ന നിലയിൽ നിന്നെ സഹായിക്കാൻ ഞാൻ ഉണ്ടായിരിക്കുമ്പോൾ ആരെതിർത്താലും
നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തിത്തരും. അച്ഛോ, നീ സമാധാനമായി പോകും. ഏതായാലും ഒരു പുതിയ വീട് വെക്കും. അത് ഭംഗിയായിരിക്കും. ചുരുങ്ങിയത് 2-3 മുറിയെങ്കിലും. വീട് കെട്ടിക്കാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കുഞ്ഞെ. അതൊക്കെ നമുക്ക് ചെയ്യിക്കാം. ഇത് പൊളിച്ചാൽ ഒന്നും കാണുമെന്ന് തോന്നുന്നില്ല. ഓ, ഇതൊക്കെ പൊടിഞ്ഞിരിക്കുക. അച്ഛൻ്റെ കയ്യിൽ നിന്ന് രൂപ വാങ്ങി. ഇല്ല. അതെന്താ വാങ്ങാൻ? എന്താ നിനക്കൊരു വല്ലായ്മ? ഓ, ഒന്നുമില്ല. പിന്നെ ഒന്നിങ്ങോട്ട് വന്നേ. എന്താ ചുരി? ഞാനൊരു കാര്യം പറഞ്ഞ സമാധാനമായിട്ട് കേൾക്കുമോ? എന്താ കാര്യം? അവിവേകം ഒന്നും കാണിക്കില്ലെന്ന് ഉറപ്പ് തന്നാ പറയാം. പറയൂ. ആലീസ്, നീ എന്താ ഛർദ്ദിക്കുന്നത്? ഒന്നുമില്ല അമ്മച്ചി, ഒന്നുമില്ലേ? മാ, എടി, 2 പെറ്റുകളാണ് ഞാൻ. സത്യം പറ, നിനക്കെന്ത് പറ്റി? എനിക്ക് മാപ്പ് തരുമേ. എന്റെ കർത്താവേ, ഞാൻ എന്നതായി കേൾക്കുന്നത്? നീ എന്തിനാ ഈ നെയ്ച്ചത്തെ തലയ്ക്കുന്നത്? എന്തിനാണെന്നോ? നമ്മുടെ മോള് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നതാണെന്ന് അറിയാമോ? എന്നതാ? അവൾ പിഴച്ചു പോയി. എടി, സത്യം പറ, ആരാണ് ഇതിന് കാരണക്കാരൻ? ഇല്ല, ഞാൻ പറയില്ല. നീ പറയില്ലേ? എന്നെ കൊന്നാലും ഞാൻ പറയത്തില്ല. ഞാൻ പറയിക്കാം. അമ്മ ഇങ്ങോട്ട് മാറി. അമ്മേ, അകത്തേക്ക് കയറി. പറയില്ല അല്ലേ? പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഒന്ന് ഞാൻ കൊല്ലും. ഒരു കുപ്പി എടുത്തോളൂ വേടാ. ഇന്നും വരെ കുടിച്ച് കണ്ടിട്ടില്ല. ഇനി കുടിക്കണ്ട. എടുത്തോളൂ വേണ്ട പറഞ്ഞത്. എന്താ തോമ? നമ്മുടെ ആലീസ് തൂങ്ങി മരിച്ചു. ആലീസിനൊരു അബദ്ധം പറ്റിയിരിക്കുകയാണ്. അവൾ ഗർഭിണിയാണ്. അച്ഛനെ ജെയിംസ് അച്ഛനെ പറ്റി ഞാൻ ഒരിക്കലും ഇങ്ങനെ കരുതിയിരുന്നില്ല. പക്ഷേ എല്ലാവരും മനുഷ്യരല്ലേ? അച്ഛൻ മേടയിലുണ്ട്. നീ എന്റെ പെങ്ങളെ നശിപ്പിച്ചു. ഞങ്ങളുടെ കുടുംബം ഞാൻ പറയുന്ന കേൾക്കൂ.
പെങ്ങളെ നശിപ്പിച്ചു അല്ലേ? അച്ഛോ, എന്നെ തൂക്കിക്കൊല്ലുകയൊന്നുമില്ല. ഞാൻ തിരിച്ചു വരും തന്നെ കൊല്ലാൻ. ഏതോ ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു സാർ. കോൺസ്റ്റബിൾ, ഇവിടെ വരൂ. യെസ് സർ. നിങ്ങൾ ഇവിടെ നിൽക്കൂ. പ്രതിയെ ഞാൻ കോടതിയിൽ കൊണ്ടുപോകാം. യെസ് സർ. ജീപ്പിലിരുന്ന പ്രതി എവിടെ?
ഇനി അവളുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്യണ്ടേ? നീ എണീക്ക്. എണീക്ക്. നാരായണുട്ടി, എന്തോ പത്നിക്കഞ്ചി കാലായ റെഡിയാ നീ അങ്ങോട്ട് ചെല്ലേ. എത്തപ്പനെ നീ എണീറ്റ് കുളിച്ചു വല്ലതും കഴിക്കും. കുളിച്ചു വല്ലതും കഴിക്കും. എനിക്കൊന്ന് വേണ്ട നിന്നോട് ഞാനല്ലേ പറയുന്നത്, നീ എണീറ്റ് കുളിച്ചു വല്ലതും കഴിക്കും. എനിക്ക് അറിയിത്ത അങ്ങോട്ട് വാ. അറിയിത്ത അവൾ ആത്മഹത്യ ചെയ്തല്ലേ ചാക്കോച്ചൻ? ആ നിലയ്ക്ക് ആലീസിന്റെ ശവം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതായിരുന്നു. ചാക്കോച്ചൻ അത് ചെയ്യിക്കുമെന്നാണ് ഞാൻ കരുതിയത്. എനിക്കും അത് തോന്നാഞ്ഞിട്ടല്ല അച്ചോ. പക്ഷെ അത് വേണ്ടെന്ന് വെച്ചൊരു കാര്യമുണ്ട്. എന്താ കാര്യം? നീ എന്നെ കേൾക്കാൻ നിൽക്കടാ തോമ, പോ അപ്പുറത്ത്. അച്ചോ, ആലീസിന്റെ ശവം പോസ്റ്റ്മോർട്ടം ചെയ്യരുതെന്ന് എത്തപ്പാനും റീത്തയ്ക്കും ആയിരുന്നു നിർബന്ധം. അതെന്താ? ആ പെണ്ണിനെ പീറ്റർ ചവിട്ടിക്കൊന്നു അച്ചോ. ചാക്കോച്ചൻ എന്താ ഈ പറയുന്നത്? അതാണച്ചോ സത്യം. വകതിരിവില്ലായ്മ കാണിച്ചെങ്കിലും പീറ്റർ ഒരു ക്രിസ്ത്യാനിയായി പോയില്ലേ. അച്ഛനോട് കാണിച്ച കടുംകൈക്ക് ദൈവം അവന് ശിക്ഷ കൊടുത്തോളും. പിന്നെ നമ്മളായിട്ട് അവനെ കഴുമരത്തെ കയറ്റണോ? പോലീസ് ഇൻസ്പെക്ടറുടെ കാല് പിടിച്ചാണ് ഞാൻ ഈ കാര്യം സാധിച്ചെടുത്തത്. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അച്ഛൻ ഈ കാര്യത്തെ പറ്റി ആലോചിച്ച് വിഷമിക്കണ്ട. എന്തൊക്കെ പറഞ്ഞാലും ഇതിലൊരു മനസാക്ഷിയുടെ പ്രശ്നമില്ലേ ചാക്കോച്ച? മനസാക്ഷിക്ക് എതിരായിട്ട് നമ്മൾ ഒന്നും ചെയ്തില്ലല്ലോ. ഒരു കുടുംബത്തിന്റെ മാനമാണ് നമ്മൾ രക്ഷിച്ചത്. ഞാനൊരു കാര്യം പറയാം. അച്ഛൻ ഒരു മാസം വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക. മനസ്സൊക്കെ ഒന്ന് സ്വസ്ഥമായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. കൊച്ചുപള്ളിയിൽ അച്ഛൻ വന്ന് ഞായറാഴ്ച കുർബാന ചെല്ലാൻ ഞാൻ ഏർപ്പാട് ചെയ്യാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആലീസ് ആത്മഹത്യ ചെയ്തതോ കൊല ചെയ്യപ്പെട്ടതോ അതിന്റെ സത്യം അറിഞ്ഞേ പറ്റൂ. ഹലോ, ഡിവൈഎസ്പിയുടെ ഓഫീസല്ലേ? ഞാൻ ഫാദർ ജെയിംസ് ആണ്. ഞാൻ കുറുപ്പാണച്ചോ. അദ്ദേഹം ഐ ജിയുടെ കോൺഫറൻസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. വിളിക്കണ? ഓ വേണ്ട. ഇവിടെ ഒരു മരണം നടന്നു. ആത്മഹത്യയാണെന്ന് കണക്കാക്കി ശവം മറവ് ചെയ്തു. എനിക്ക് ചില സംശയങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു പോസ്റ്റ്മോർട്ടം നടത്തിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രശ്നമായതുകൊണ്ട് അച്ഛൻ നേരിട്ട് വന്ന് അദ്ദേഹത്തോട് പറയുന്നതാണ് നല്ലത്. ഞാൻ നാളെ രാവിലെ 10 മണിക്കുള്ള വണ്ടിക്ക് അവിടെ വരാം. ചേട്ടൻ അവിടെ കോൺഫറൻസ് ഹാൾ കാണുമല്ലോ? ശരി, നാളെ കാണാം.
അച്ഛനോ? ഞാൻ കാത്തിരിക്കുകയായിരുന്നു. വണ്ടി അല്പം ലേറ്റായി പോയി. ചേട്ടന്റെ പ്രോഗ്രാം എല്ലാം തെറ്റിയോ? ഇരിക്കൂ. വിവരമൊക്കെ ഞാൻ അറിഞ്ഞു. 2 ദിവസമായി ഡിസ്ട്രിക്ട് കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ തിരക്കുകൊണ്ടാ അങ്ങോട്ട് വരാൻ പറ്റാതെ പോയത്. ഓ, അത് സാരമില്ല. IG സ്ഥലത്തുണ്ടല്ലേ? ഇല്ല, ഇന്നലെ പോയി. DG ഉണ്ട്. ഇന്ന് വൈകുന്നേരം കൊണ്ട് കോൺഫറൻസ് തീരും. ആട്ടെ, മുറിവെങ്ങനെ ഇരിക്കുന്നു? ഓ, ഒരു ചെറിയ മുറിവ്, നോട്ട് സീരിയസ്. എന്നെ പോലെ പോലീസിൽ ചേർന്നിരുന്നെങ്കിൽ ഇത് വല്ലതും വരുമായിരുന്നു. ആട്ടെ, എന്താ സംഭവം? അവിടെ ഒരു ആത്മഹത്യ നടന്നു. അത് ആത്മഹത്യയല്ലെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ആസ്പത്രിയിലായിരുന്നപ്പോ പോസ്റ്റ്മോർട്ടം നടത്താതെ ജഡം മറവ് ചെയ്തു. മഹസർ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആത്മഹത്യ എന്ന് തന്നെയായിരുന്നു. പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ജഡം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയാൽ കൊള്ളാമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഇന്ന് വ്യാഴാഴ്ചയല്ലേ? ഞാൻ നാളെ കാലത്ത് അവിടെ വരാം. നാളെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള ഏർപ്പാടുകളും ചെയ്യാം. ഇതേപ്പറ്റി കുറച്ചേറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് വിശദമായി നാളെ അവിടെ വെച്ച് പറഞ്ഞാൽ പോരെ? ഓ, ചേട്ടനിപ്പോ കോൺഫറൻസ് ഉണ്ടല്ലോ. അപ്പോ നാളെ അവിടെ വെച്ച് പറയാം. അച്ഛൻ ഇന്ന് പോകുന്നില്ലെങ്കിൽ നാളെ നമുക്ക് ഒരുമിച്ച് പോകാം. അത് വേണ്ട. ഇവിടം വരെ ഞാൻ വന്ന സ്ഥിതിക്ക് വീട്ടിൽ പോയി അമ്മയെ കൂടെ ഒന്ന് കണ്ടിട്ടേ പോകുന്നുള്ളൂ. ശരി, എന്നാൽ അങ്ങനെ ആകട്ടെ. നമുക്ക് നാളെ കാണാം. എന്നെ തൂക്കിക്കൊല്ലുകയൊന്നുമില്ല. ഞാൻ തിരിച്ചു വരും തന്നെ കൊല്ലാൻ. സർ, ഇതാണ് പള്ളിയിലെ കൈക്കാരൻ ചാക്കോച്ചൻ. നമസ്കാരം. അച്ഛൻ എവിടെ? ഇന്നലെ വീട്ടിൽ പോയിട്ട് ഇതുവരെ വന്നില്ലേ? ഞാൻ ഇവിടുത്തെ കപ്പ്യാരാന്നേ. ബസ് കിട്ടി കാണില്ലായി. അച്ഛൻ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണോ? വേണമെന്നില്ല ഡോക്ടർ, നമുക്ക് ആരംഭിക്കാം. ശരി, അച്ഛൻ വന്നു ചേർന്നുകൊള്ളും. എവിടെയാണ് സ്മിത്തേരി? അപ്പുറത്താ. എല്ലാരും വരൂ. Come on. ഇരിക്കൂ ചാക്കോച്ച.
പീറ്ററെ പറ്റി അറിയാവുന്ന വിവരങ്ങളൊക്കെ പറയൂ. അവനിവിടെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്പം മുൻകോപിയും എടുത്തിയാട്ടക്കാരനുമാണ്. എന്നാലും ഒരു കൊലപാതകം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പീറ്റർ അല്ലെങ്കിൽ പിന്നെ മറ്റാരെയാണ് ചാക്കോച്ചൻ സംശയിക്കുന്നത്? എനിക്ക് ആരെയും സംശയമില്ല സാറേ. ചാക്കോച്ചൻ ഈ ഇടവകയിലെ ഏറ്റവും വലിയ ആളാണ്. ആ നിലയ്ക്ക് ഈ കേസ് അന്വേഷണത്തിന് ഞങ്ങളെ സഹായിക്കേണ്ട കടമ ചാക്കോച്ചനില്ലേ? ഉണ്ട് സാറേ. കണ്ണിൽ കണ്ട കാര്യങ്ങളെ ഞാൻ പറയൂ. നിന്റെ നാവ് അസത്യം പറയുന്നുവെങ്കിൽ അത് പിഴുതു കളയുക എന്നല്ലേ കർത്താവ് പറഞ്ഞിട്ടുള്ളത്? ഓൾറൈറ്റ്. ഇനി ഈ കേസ് അന്വേഷണത്തിൽ ചാക്കോച്ചന്റെ എല്ലാ സഹായങ്ങളും ഞങ്ങൾക്കുണ്ടായിരിക്കും. എപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. ഞാൻ പറ്റേ സാറേ. ആ, ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. സാറ് എവിടെയാ താമസിക്കുന്നത്? ഒന്നും തീരുമാനിച്ചിട്ടില്ല. എങ്കിൽ എന്റെ ഔട്ട് ഹൗസിൽ താമസിക്കാം. അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ഏയ്, ഒരു ബുദ്ധിമുട്ടുമില്ല. സാറ് എന്റെ സഹായം ആവശ്യപ്പെട്ടല്ലോ. ഇത് എനിക്ക് ചെയ്യാവുന്ന ഒരു എളിയ സഹായമാണെന്ന് കരുതിയാൽ മതി. ശരി, അങ്ങനെ ആകട്ടെ. ഇവിടെ വരുന്ന എല്ലാ വലിയ ആളുകളും എന്റെ സാറിന്റെ ജോലി നടക്കട്ടെ. ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരണം. ഞാൻ ചെന്ന് ഔട്ട് ഹൗസ് ഇരിപ്പെടുത്തി വയ്ക്കാം. ഞാൻ വരട്ടെ. ശരി. ആ, എന്താ പേര്? അശ്വതി. ജോലി? അധ്യാപികയാണ്. എടാ തോമാ, ആ പെണ്ണിനെ ചോദ്യം ചെയ്യാനല്ലേ വിളിച്ചുകൊണ്ടുവന്നിരിക്കുന്നത്? ആ, അത് കഴിഞ്ഞ് അവർ നിന്നെയും ചോദ്യം ചെയ്യും. തല്ലി അടിക്കുക ചെയ്യോ മുതലാളി? എന്തിന്? നിനക്കറിയാവുന്ന കാര്യങ്ങൾ സത്യം സത്യമായിട്ട് പറയണം. മടിക്കണ്ട, പറയൂ. അത് പറയാൻ എനിക്ക് വിഷമമുണ്ട് സാർ. വിഷമിച്ചിട്ട് കാര്യമില്ല. ഇത് കേസ് അന്വേഷണമാണ്. സത്യം തുറന്നു പറഞ്ഞേ പറ്റൂ. പറയൂ. ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന്റെ ഒരു ഇടപാട് സംബന്ധിച്ച് അച്ഛനെ കാണാൻ ഒരു ദിവസം കാലത്ത് ഞാൻ ഈ മേടയിൽ വന്നിരുന്നു. നീ വിഷമിക്കാതെ ആലി, സമാധാനപ്പെടൂ. എന്ത് സമാധാനം അച്ഛോ? ഞാൻ ഗർഭിണിയാണെന്നറിഞ്ഞാൽ എന്റെ അമ്മ തല തല്ലിച്ചാവും. ചേട്ടൻ വീടിന് തീ വെച്ചു. അങ്ങനെ ഉണ്ടാവില്ല ആലി. അച്ഛൻ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വിഷം കുടിച്ച് ചാവും അച്ഛോ. അശ്വതി ഇത് നേരിട്ട് കണ്ടതാണല്ലേ? അതെ. അച്ഛനും മാലീഷും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്ന് അശ്വതിക്ക് തോന്നിയോ? തോന്നി. അശ്വതിയും പീറ്ററും തമ്മിൽ എന്താണ് ബന്ധം? ഞങ്ങൾ സ്നേഹത്തിലായിരുന്നു. എന്ന് വെച്ചാൽ? വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു. ഐ സി. ആ, അശ്വതി പൊയ്ക്കൊള്ളൂ. സാർ, അശ്വതി പറഞ്ഞത് കേട്ടോ? കേട്ടു. പീറ്ററെ രക്ഷിക്കാൻ അവൾ നുണ പറയാം സാർ. മനഃപൂർവ്വം